ഞങ്ങൾ ഇത്ര കാലം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഈ സമീപനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു കോൺഗ്രസ്സുകാരനെ മത്സരിപ്പിക്കാതെ, കൈപ്പത്തിയിൽ ഒരാളെ മത്സരിപ്പിക്കാതെ, ഈ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാളേനെ തെങ്ങുംതോപ്പ് ചിഹ്നത്തിലൊക്കെ നിർത്തിയാൽ ഞാൻ വോട്ട് കൊടുക്കില്ല, എൻ്റെ വീട്ടിലെ 3 വോട്ടും LDFനാണ്, നിങ്ങൾക്കാണ് എന്ന് ഒരു സുഹൃത്ത് നമ്മളോട് പറയുകയുണ്ടായി. പാലക്കാട് ഒറ്റപ്പാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി K പ്രേംകുമാർ റിപ്പോർട്ടിനൊപ്പം ചേരുന്നത്. ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഒറ്റപ്പാലം കടന്നിരിക്കുകയാണ്. അതെ 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 തവണ CPMൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മറുചേരിയിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒരു നിലയിലുമില്ല. ഈ നാട് ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മണ്ണാണ് ഒറ്റപ്പാലത്തിൻ്റെ മണ്ണ്. അത് ഒരിക്കൽ കൂടി കൂടുതൽ ശക്തമായി തെളിയിക്കപ്പെടുന്ന ഫലമായിരിക്കും മെയ് 4-ന് വോട്ടെണ്ണുമ്പോഴുണ്ടാവുക. ഒട്ടും അഹങ്കാരത്തോടെയല്ല, വളരെ വിനയത്തോടു കൂടി തന്നെ പറയട്ടെ, ഇക്കഴിഞ്ഞ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ 3 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള എല്ലാ തദ്ദേശഭരണ സ്ഥാപനവും നിലനിർത്തിയ മണ്ഡലമാണ് ഒറ്റപ്പാലം. പലയിടത്തും പല പരിക്കും പറ്റിയപ്പോഴും ഇപ്പോൾ അമ്പലപ്പാറ പഞ്ചായത്തിലാണുള്ളത്. അമ്പലപ്പാറ ഉൾപ്പെടെയുള്ള എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും മികച്ച വിജയം ഇടതുപക്ഷത്തിന് നേടാനായി. 17,000-ൽ പരം വോട്ടിൻ്റെ ലീഡ് നിലവിൽ ഈ മണ്ഡലത്തിൽ LDFന് അനുകൂലമായിട്ടുണ്ട്. അത് നല്ല നിലയിൽ വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കാനും നാട് തയ്യാറായതിൻ്റെ ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. PKC UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PKC ഇപ്പോൾ ഒരു പ്രചരണം നടത്തുന്നത് സർക്കാർ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് തൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത്. കേരളത്തിലെ UDF സംവിധാനം തല കുത്തിമറിഞ്ഞിട്ട് ഒരഴിമതി ആരോപണം പോലും കേരളത്തിലെ ഈ 2 ടേം ഭരിച്ച ഗവൺമെൻറ്റിനെതിരായിട്ട് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ ഇപ്പോൾ ഈ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി? അതൊക്കെ അദ്ദേഹം ആ സർക്കാരിൻ്റെ ഭാഗമായി 4.25 കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചതല്ലേ. അതിനു മുമ്പ് 5 കൊല്ലം MLA ആയി. ഇപ്പോൾ 4.25 കൊല്ലം അയാൾ KTDC ചെയർമാനുമായി. അങ്ങനെ ആയ ഒരാൾ ആ കാലത്തൊന്നും പറയാത്ത കാര്യം ഇപ്പോൾ പറയുന്നത് എന്തിൻ്റെ സൂക്കേടാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ചോദിച്ചാലും അറിഞ്ഞാലും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഒറ്റപ്പാലത്ത് യാതൊരു രീതിയിൽ ആശങ്കയും ആർക്കും വേണ്ട. LDF നിലനിർത്തുന്നു. ഞാനൊരു അമിത ആത്മവിശ്വാസം പറയുകയല്ല, ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്നോട് ആത്മാർത്ഥമായി, ഞാൻ പേര് ചോദിച്ചാൽ ഇപ്പോൾ പറയില്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. എന്നോട് നമ്മുടെ കരിമ്പുഴ പഞ്ചായത്തിലെ പൊമ്പ്രയിലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇത്ര കാലം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഈ സമീപനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഒരു കോൺഗ്രസ്സുകാരനെ മത്സരിപ്പിക്കാതെ, കൈപ്പത്തിയിൽ ഒരാളെ മത്സരിപ്പിക്കാതെ, ഈ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാളേനെ തെങ്ങുംതോപ്പ് ചിഹ്നത്തിലൊക്കെ നിർത്തിയാൽ ഞാൻ വോട്ട് കൊടുക്കില്ല, എൻ്റെ വീട്ടിലെ 3 വോട്ടും LDFനാണ്, നിങ്ങൾക്കാണ് എന്ന് ഒരു സുഹൃത്ത് നമ്മളോട് പറയുകയുണ്ടായി. നാടിൻ്റെ ഒരു പൊതുവികാരം അതാണ്. നാട് നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന, രാഷ്ട്രീയ മൂല്യത്തോടൊപ്പം നിൽക്കുന്ന, ചാടിക്കളിക്കുന്ന വർഗവഞ്ചകന്മാർക്ക്, ഒറ്റുകാർക്ക് സ്ഥാനമില്ല എന്ന് ഒറ്റപ്പാലം ഈ തെരഞ്ഞെടുപ്പിലൂടെ വിധിയെഴുതും. PKC പറയുന്നത് താൻ ജനാധിപത്യത്തിന്, പാർട്ടിക്കകത്തെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയതുകൊണ്ട് വർഗവഞ്ചകനായി എന്നുള്ളത് ചിത്രീകരിക്കുന്നു എന്നുള്ളത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ നേരാക്കാൻ വന്നയാൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ആർക്കാ കുഴപ്പമെന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ അത്രയേ പറയുന്നുള്ളൂ. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവേട്ടൻ എപ്പോഴും ഈ പൊളിറ്റിക്സ്, CPM പൊളിറ്റിക്സും കൂടി പറയുന്നൊരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ പാലക്കാട്ടേക്ക് വന്നത് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് അപകടമാണ് എന്ന രീതിയിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ സ്ത്രീവിരുദ്ധ സമീപനം നമ്മുടെ നാട്ടിൽ ആർക്കാ അറിയാത്തത്? എണ്ണമറ്റ ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അന്തസ്സായി പ്രവർത്തിക്കാൻ കഴിയുന്ന, ഏത് ജാതിയിൽപ്പെട്ടയാൾക്കും ഏത് മതത്തിൽപ്പെട്ടയാൾക്കും സാമ്പത്തികമായി താഴ്ന്നയാൾക്കും ഉയർന്നയാൾക്കും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മുന്നണിയും പക്ഷവുമാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തോട് ജനങ്ങൾ ചേർന്ന് നിൽക്കും. കേരളത്തിൽ ഈ സർക്കാരിൻ്റെ 9.25 കൊല്ലം കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കാത്ത ഒരു മനുഷ്യനും ഒരു കുടുംബവും ഈ കേരളത്തിൽ ഇല്ല എന്നത് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. ആ നിലയിലുള്ള വികസനവും ക്ഷേമവും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിന് ജനങ്ങൾ അംഗീകാരം നൽകും. ഇടതുപക്ഷം ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ പാലക്കാട്ടെ 12 മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചു. പക്ഷേ ഒറ്റപ്പാലത്തേക്ക് വന്നപ്പോൾ ഒരു കാഴ്ചയുണ്ട്. പല സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും ഈ നോട്ട്ബുക്കും പല കാര്യങ്ങളും ഇങ്ങനെ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. സാധാരണ രീതിയിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് കൊടുക്കും, പാർട്ടികൾ ജനങ്ങൾക്ക് കൊടുക്കും. ഇതെന്താ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതി എന്താ? ഞാൻ പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. അതിന് ആദ്യം നന്ദി പറയുകയാണ്. ഇത് ഒരു ദിവസം നമുക്കൊരു 1000 റിബൺ കിട്ടും. വൈകുന്നേരം ആയാലും എന്തു ചെയ്യും ഈ 1000 ചുവന്ന റിബൺ? അത് യഥാർത്ഥത്തിൽ പിന്നെ അത് വേസ്റ്റായി മാറുകയാണ്. ഒരു 100 150 ഷാൾ കിട്ടും, ഒരു 10 100 200 മാല കിട്ടും. പ്ലാസ്റ്റിക് മാലയും അല്ലാത്ത മാലയും ഒക്കെ ആയിട്ടുള്ള തുണിയുടെ കടലാസിൻ്റെയൊക്കെ മാല കിട്ടും. ഇത്രയും മാല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വേറൊരു ഉപയോഗമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മണ്ഡല നേതാക്കളോട് പറഞ്ഞു, നമുക്ക് ഇത്തവണ പഠനോപകരണങ്ങൾ സമ്മാനമായി തന്നോട്ടെ.
ഒരാൾ റിബൺ ഇടണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തടയുന്നൊന്നുമില്ല. റിബൺ ഇട്ടോട്ടെ, പഠനോപകരണങ്ങൾ തന്നോട്ടെ. ഇന്ന് രാവിലെ അകവണ്ടയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഈ സ്വീകരണം വരെ എല്ലാ കേന്ദ്രത്തിലും നോട്ട് പുസ്തകം, പേന, ചോറ്റുപാത്രം, വാട്ടർ ബോട്ടിൽ, വിവിധങ്ങളായ സാധനങ്ങൾ, സാമഗ്രികൾ അതെല്ലാം നമുക്ക് സമ്മാനമായി കിട്ടുകയാണ്. നമ്മുടെ നാട്ടിലെ അപൂർവം ചില രക്ഷിതാക്കളുണ്ട്, 2 കുട്ടി 3 കുട്ടിയൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കാൻ നേരത്ത് അവർക്ക് ബാഗ് വേണം, കുട വേണം, നോട്ട് ബുക്ക് വേണം, ചോറ്റുപാത്രം വേണം. അതിലെല്ലാം ഒരു ചെറിയ ടെൻഷൻ അടിക്കുന്ന, കയ്യിൽ കാശില്ലല്ലോ എന്ന് വേദനിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മളിതെല്ലാം സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞാൽ ഒരുമിച്ച് സമാഹരിച്ച് എണ്ണിക്കെട്ടി ഉറപ്പാക്കി ഏറ്റവും പാവപ്പെട്ട അർഹരായവരുടെ കൈകളിലേക്ക് അത് കൊടുക്കും. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. ഇടതുപക്ഷം വേറിട്ട പക്ഷമാണ്, ജനപക്ഷമാണ് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ നിലയിലാണ് ഇത്തരമൊരു കാര്യം ചെയ്യുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട് ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം എല്ലാം തുടരുകയാണ്. ആര് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി എത്തിയാലും ഇത്തവണ ഒറ്റപ്പാലത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് K പ്രേംകുമാറും ഉള്ളത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തികളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.